ഒരാൾ വിജയിച്ച കഥകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കാറില്ല. പക്ഷെ ഒരുത്തന്റെ തകർച്ചയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കും. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചു വളർന്ന ഒരു IAS ഓഫീസറിന്റെ കഥ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കണ്ടാൽ നമ്മൾ നോക്കത്തില്ല. പക്ഷെ ഒരുത്തൻ തകർന്നു എന്നുള്ള വീഡിയോ കണ്ടാൽ നമ്മൾ 10 വട്ടം എടുത്ത് കാണും. അവിടെ എഴുതിയിരിക്കുന്ന കമന്റുകൾ മുഴുവനും വായിക്കും. നീ ഇതിൽ നിന്ന് നിന്റെ കാതുകളെയും കണ്ണുകളെയും രക്ഷിച്ചാൽ ആത്മമണ്ഡലത്തിലെ ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് മിസ്സാകില്ല. നിന്നോട് പറയാതെ ദൈവം ഒന്നും ചെയ്യില്ല. അബ്രഹാമെ, നിന്നോട് പറയാതെ സോദോം ഗോമോറയിൽ ഒരു ന്യായവിധി ഉണ്ടാകില്ല. നീ അറിയാതെ നിന്റെ ദേശത്തൊന്നും നടക്കില്ല. നീ അറിയാതെ നിന്റെ ഭവനത്തിനകത്തൊന്നും നടക്കില്ല. നീ അറിയാതെ നിന്റെ രാജ്യത്തിലൊന്നും നടക്കില്ല. നീ അറിയാതെ വ്യക്തി ജീവിതങ്ങൾക്കൊന്നും നടക്കില്ല. ഇതുപോലെ ദൈവശബ്ദങ്ങളെ കേൾക്കാൻ കാതുകൾ കൂർപ്പിക്കുന്ന, കണ്ണുകളെ കൂർപ്പിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഇവിടെ മെനഞ്ഞെടുക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ചില കൂട്ടത്തിൽ നിന്നും വജ്രങ്ങൾ പറക്കുന്നത് പോലെ ഇന്ന് ചിലതിനെ പറക്കി മാറ്റി വെക്കുക ദൈവം. എല്ലാവരും കാണുന്നത് പോലെ നിനക്ക് കാണാൻ കഴിയില്ലെന്ന്, എല്ലാവരും കേൾക്കുന്നത് പോലെ നിനക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം ഇത് ദൈവിക വെളിപ്പാടുകൾ കാണേണ്ട കണ്ണുകളാണ്. ഇത് ദൈവശബ്ദം കേൾക്കേണ്ട കാതുകളാണ്.